നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ കുറേ കാലമായി സ്ഥാപന സോണുമായിട്ട് ബന്ധമുള്ള നമ്മളൊക്കെ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന നജീബിക്കയുമായിട്ടാണ്. നജീബിക്കാനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ നജീബിക്കയിൽ നിന്ന് നമ്മൾ ചിലത് പഠിക്കാറുണ്ട്, ചില അറിവുകൾ നേടാറുണ്ട്. അതൊന്നും പൊതുസമൂഹത്തിലും കൂടി അറിയിക്കുക എന്ന ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. നജീബിക്ക, നമ്മൾ ഒരുപാട് കാലമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു. കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എവിടെയോ നമുക്ക് ഫീൽ ചെയ്യുന്ന ചില ടെൻഷൻസ് ഉണ്ട്. എന്താ പറയുക, കുട്ടികൾക്കൊരു സമൂഹത്തിനോടൊരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുപോലെ. അത് ഞങ്ങളുടെ പ്രശ്നമാണോ അതോ ഞങ്ങളിനി എന്തെങ്കിലും കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കാണ്ടോ? നജീബ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് വിഷയത്തിൽ? ഈ ടെൻഷൻ, പെയിൻ എന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെ ഉണ്ടാവുന്നു പഠിക്കണം. ഒരു വാഹനമാണെങ്കിൽ ആ വാഹനത്തിന് ഓയിൽ കമ്മിയാകുമ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാവും. ടയറിൽ കാറ്റ് കുറവുണ്ടെങ്കിൽ ആ വണ്ടി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഒരു വീടാണെങ്കിൽ അത് കൃത്യമായി അടിച്ചു തൂത്ത് വാരിയിട്ടില്ലെങ്കിൽ അതിനകത്ത് താമസിക്കാൻ വലിയ സുഖവും സൗകര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് മനസ്സിനത് ഫീൽ ചെയ്യും. അങ്ങനെ ഓരോ സിറ്റുവേഷൻ എടുത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. അപ്പൊ എവിടെയാണ് പ്രശ്നം, എവിടെയാണ് നമ്മൾ അസ്വസ്ഥപ്പെടുന്നത് എന്നുള്ളത് നമ്മളിലേക്ക് തന്നെ നോക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ആൻസറായിട്ട് എനിക്ക് പറയാനുള്ളത്. അതെ. അപ്പം നമ്മൾക്ക് ഇടയ്ക്ക് ഇപ്പം മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. പക്ഷെ എവിടെയോ ഇപ്പോൾ നജീബിക്കാൻ്റെ ഇപ്പോൾ പലപ്പോഴും നജീബിക്കാൻ നമ്മോട് പറയാം, നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള വീടുകളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോൾ നിങ്ങളെടുത്താണ് ആദ്യം വരേണ്ടതെന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും മക്കളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കത് വ്യക്തമായ രീതിയിലേക്ക് എത്താൻ പറ്റണില്ല. ചിലപ്പോൾ ചില കുട്ടികൾ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇപ്പൊ നജീബിക്ക പറഞ്ഞ്, അപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങളാണോ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിലുള്ള പ്രശ്നമാണോ? എവിടെയാണിത്? യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പ്രശ്നം ഇല്ല. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴി കൃത്യമാവുക എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ വഴി കൃത്യമായി തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരാൾ, പ്രായം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഒരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അവര് നമ്മളെ ഓർക്കുന്ന വിധത്തിലേക്ക് നമ്മൾ മാറുക. ഇപ്പൊ പഠിക്കാൻ നല്ല കഴിവുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം പഠനത്തിൽ നേരിടുമ്പോൾ നമ്മളെ ഓർക്കാൻ നമ്മൾ പാകപ്പെടുക. തൊട്ടപ്പുറത്തെ വീട്ടിൽ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ഓർക്കാൻ നമ്മൾ പാകപ്പെടുക. നമ്മളൊരു ടൂളാണ്. അപ്പൊ ആ തരത്തിൽ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മൾ അതിന് കവറൊക്കെ ഇട്ട് സൂക്ഷിച്ച് കൊണ്ടടക്കും. വീട് അടിച്ച് തൂത്തുവാരും, വണ്ടി സർവീസ് ചെയ്യും. അപ്പൊ നമ്മള് ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ. ആ ടൂൾ എന്നുള്ള നിലക്ക് നമ്മൾ എത്രമാത്രം ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ഉപയോഗപ്രദമായ ഒരു ടൂളാണ്, ഉപയോഗപ്രദമായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഉപയോഗപ്രദമായ ഒരു മനുഷ്യനാണ് എത്രമാത്രം എന്ന ഒരു ചോദ്യം അവനവനിലേക്ക് നോക്കാൻ നമ്മൾ സ്വയം തയ്യാറാവുകയും ചെയ്യുക, കുട്ടികൾ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നജീബിക്ക് ടൂള് എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു ടൂളിനെ ആർക്കും എങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും തയ്യാറായ ഒരാളാണ്, ഈ എല്ലാവരുടെയും വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ ചിലരിത് യൂട്ടിലൈസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളൊരു മലയാളത്തിൽ മുതലെടുക്കാം, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കാണാൻ ചിലരിങ്ങനെ ഇല്ലായ്മ മാത്രം പറഞ്ഞ് ചില സാധനങ്ങൾ നേടിയെടുക്കുന്ന ഒരു ഫീല് നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില ട്രാപ്പിൽ ചിലപ്പോൾ നമ്മൾ പെടാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചിലപ്പോൾ അറിയണമെന്നില്ല, ചിലപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ആയിരിക്കും നമ്മളത് അറിയാം. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളറിയാം നമ്മളത് ചെയ്തു കൊടുത്തത് പെട്ടുപോയത്. ചിലർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം എല്ലാം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടേതായ ചില ഐഡിയോളജിക്ക് പലതും ചെയ്യാറുണ്ട്. പക്ഷെ ചിലവർ അത് എന്ത് ചെയ്യാറുണ്ട്, അത് എന്താ പറയുക, ഇങ്ങനെ പലതും ഇങ്ങനെ വന്ന് പയരം പറയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നേടിയെടുക്കുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമുക്ക് ലാസ്റ്റാണ് അറിയില്ല. അപ്പോൾ നമുക്ക് ചിലപ്പം നെഗറ്റീവ് ഫീൽ ചെയ്യും, നമ്മൾ എന്തിനാ അത് ചെയ്യണമെന്ന് തോന്നും. ഇങ്ങനത്തെ ഒരു സാഹചര്യം നജീബിക്കാൻ്റെ ലൈഫിൽ ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുണ്ടോ? രാവും പകലും ഉണ്ട് അല്ലേ? ഇരുട്ടും വെളിച്ചമുണ്ട്, നന്മയും തിന്മയുണ്ട്. ഇങ്ങനെ രണ്ടും ചേർന്നതാണ് മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സാധനം. എന്ത് സംഭവിക്കും? അപ്പൊ അവിടെ നമ്മള് നമ്മളങ്ങനെ ഒരു വ്യവസ്ഥകൾ ഉണ്ടാവുക എന്നുള്ളത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു വ്യവസ്ഥ ഉണ്ടാവും. ഒരാളായിട്ടൊരു ഇടപാട് ചെയ്യുമ്പോൾ അതിനൊരു വ്യവസ്ഥ ഉണ്ടാവും. കുറേയൊക്കെ അതൊന്നും മാറാൻ പറ്റും, പക്ഷെ പൂർണ്ണമായും മാറുന്ന ഒരവസ്ഥ ഇല്ല. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചം, ഇതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അവിടെയാണ് ക്ഷമിക്കാനൊക്കെ പറയുന്ന സാധനം വരുന്നത്. അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനത്തിന് പ്രസക്തിയില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും നിങ്ങൾ ക്ഷമിക്കുക എന്ന് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതും കൂടി ചേർന്നതാണ്. അല്ലാതെ നമ്മളതില് വഞ്ചിക്കപ്പെടുക, പറ്റിക്കപ്പെടുക
അതൊക്കെ സംഭവിക്കാതെ നോക്കുക, അഥവാ സംഭവിച്ചാൽ അതുകൂടി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇതൊരു നമ്മളെ മനസ്സ് പാകപ്പെടണല്ലോ അല്ലെ? അങ്ങനെ അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ ഞങ്ങളെ പോലത്തെ യങ്സ്റ്റേഴ്സിന് സംഭവം തരാണ്. എല്ലാ കുട്ടികളെയും അനാട്ടമി പഠിപ്പിക്കണം. ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സിനെ മാത്രമേ അനാട്ടമി പഠിപ്പിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു രീതി. എന്താണ് മനുഷ്യൻ? ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിന്റെ ടെക്നോളജിയെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വാഹനമാണെങ്കിൽ അതിന്റെ ഓട്ടോമൊബൈലിനോട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ എന്താണ്? ഒരു ഭൂമിക്ക് ചുറ്റും 2 തവണ ചുറ്റാൻ മാത്രമുള്ള നാഡീവ്യൂഹങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. ഈ കൈയുടെ മുകളിൽ ഈ നഖം ഇവിടെ ഇല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എഴുതാൻ പറ്റില്ല, ചോറ് തിന്നാൻ പറ്റില്ല, ഒന്നും ശുചീകരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മൾ കഴിക്കുന്ന എത്ര ഹാർഡായിട്ടുള്ള ഭക്ഷണവും അകത്തേക്ക് ചെന്ന് അത് ദഹിച്ച് പുറത്തു പോകുന്ന ഒരു മെഷീൻ ഇതിനകത്തുണ്ട്. നമ്മൾ ഏറ്റവും നന്നായിട്ട് കേൾക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട്, രുചി അറിയാൻ പറ്റുന്നുണ്ട്. 6, 7, 8 ഗ്രാമാണ് നമ്മുടെ കണ്ണിന്റെ തൂക്കം. പക്ഷെ ഈ കണ്ണ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ രാത്രിയിലും ഫോൺ നോക്കിയിരിക്കാറുണ്ട്, കാണാൻ പാടില്ലാത്തത് കാണുന്നുണ്ട്. ഭയം ഉള്ളിലുണ്ടാവുന്ന പ്രവൃത്തികൾ നമ്മളിലുണ്ടാവുമ്പോൾ നമ്മുടെ സിസ്റ്റം മൊത്തം തകരാറിലാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്ന ഏതൊരു പ്രവൃത്തിയിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഭയം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തെ തകരാറിലാക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു സാധനം നമ്മുടെ ശരീരത്തിന്റെ ഘടന, നമ്മുടെ ചിന്ത, തലച്ചോറ്, ഇതെന്തൊക്കെയാണെന്ന് ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഇതിന് പരിഹാരമായിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ ഈ ടൂളിനെ ശ്രദ്ധിക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഇപ്പൊ രാത്രി 12 മണി വരെ 1 മണി വരെ ഫോണിൽ നോക്കിയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ കണ്ണ് ബ്രെയിനിനോട് പറയും ഇപ്പൊ പകലാണ്. അപ്പൊ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പകലിന്റെ പണിയാണ് ബ്രെയിൻ എടുക്കുക. ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതുകൊണ്ട് നമ്മൾ കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണ് പഠിക്കാൻ തോന്നുക അപ്പോൾ പഠിക്കാം. അപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് രാവും പകലുണ്ട്, രാത്രി ഉറങ്ങാനും പകലും പണിയെടുക്കാനാണ് മനുഷ്യനല്ലേ. രാത്രി കണ്ണ് കാണാൻ പറ്റാത്തൊരു ജീവിയായിട്ടാണ് മനുഷ്യനെ നമ്മൾ വിലയിരുത്തുന്നത്. രാത്രി കണ്ണ് കാണണമെങ്കിൽ ലൈറ്റ് വേണം. അപ്പൊ ഈ ഒരു പ്രസ്താവന നജീബിക്ക് യോജിക്കണ്ട? ഇഷ്ടമുള്ള സമയത്ത് പഠിക്കുക, അല്ലെങ്കിൽ പഠനത്തിന് പർട്ടിക്കുലർ സമയം വെക്കുക. രാത്രി ശാന്തമാണ്. എന്തുകൊണ്ടാണ് ശാന്തമാവുന്നത്? എല്ലാവരും ഉറങ്ങുന്നു. അത് ഈ നേച്ചർ അങ്ങനെയാണ്. അപ്പൊ അതിന് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്നതൊക്കെ, പ്രകൃതിക്ക് ഭൂമി ഇത്ര അളവിൽ കറങ്ങണം, തീർച്ചയായിട്ടും മണ്ണില് വിത്ത് മുളക്കാൻ അതിനൊരു കണക്കുണ്ട്, അതിനൊരു വ്യവസ്ഥയുണ്ട്, വെളിച്ചം ഉണ്ടാവാൻ അതുണ്ട്, വെള്ളത്തിന് ദ്രാവകാവസ്ഥയാണ്, ഖരാവസ്ഥയിൽ നിൽക്കുന്ന വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിൽക്കുന്നു. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തോടൊപ്പം വ്യവസ്ഥയും ഉണ്ടാകുമ്പോഴാണ് ആ സ്വാതന്ത്ര്യത്തെ കൃത്യമായി ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ രാത്രി ഉറങ്ങണമെങ്കിൽ ഉറങ്ങണം. രാത്രി ഉറങ്ങാതെ പകലിൽ നമ്മളൊരു പണിക്ക് വന്നാൽ ഈ സിസ്റ്റം തകരാറിലാവും. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ഒരു പഠനം നമ്മൾ ബയോളജി പഠിപ്പിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ ഇത് കുട്ടികളിൽ ഇതിങ്ങനൊരു ജീവിയാണ് എന്ന ചിന്ത എവിടുന്നാ കിട്ടുന്നത്? അത് എവിടുന്നെങ്കിലും നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇതാണ് മെയിനായിട്ട് നമ്മൾ മക്കളെ കുട്ടികളിലേക്ക്, അത് പഠിപ്പിക്കലല്ല വേണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു ജീവിയാണെന്ന് അവർക്ക് അനുഭവിക്കാൻ പറ്റണം. അനുഭവിപ്പിക്കുന്ന ആളുകൾ ചുറ്റും ഉണ്ടാവണം. അനുഭവിപ്പിക്കുന്ന ആളുകൾ ചുറ്റും ഉണ്ടാവണം. അവർക്ക് അപ്പോഴേ അത് അനുഭവിക്കാൻ കഴിയുള്ളൂ, അല്ലാതെ കഴിയില്ല. ഈ ഭയം എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ നമുക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ടേ. ഇപ്പം നമ്മൾ മക്കളുടെ റിസൾട്ടിന്റെ സമയം, ഇപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് റിസൾട്ടിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവരുടെ റിസൾട്ട് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്. മക്കളെക്കാളും കൂടുതൽ ഭയം നമുക്കുണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഭയം എന്ന് പറയുന്ന ഒരു സാധനം പെട്ടെന്ന് ഉണ്ടാവണമാണോ, അതോ നമ്മുടെ ലൈഫിൽ മുന്നേ ഉണ്ടായ ചില എക്സ്പീരിയൻസുകൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്തതിന്റെ റിഫ്ലക്ഷൻ ആണോ പിന്നീട് വരുന്ന ഭയം? എന്താണ് ഭയത്തിന്റെ ലക്ഷണങ്ങൾ? നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഡിപ്രഷൻ ആവും, ബേജാറ് വരും, എന്തൊരു സാധനത്തിന് നമ്മൾ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പേടിയൊക്കെ തോന്നും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം, ഇങ്ങനെ ഞാൻ കുറേ അങ്ങ് ചിന്തിച്ചുകൊണ്ട് പോകും. സത്യത്തിൽ നമ്മളൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യണ ചില സാധനം, അതായത് ഇപ്പം നമ്മൾ കുട്ടികൾ വന്നു, ഒരുപാട് മക്കളായി, അവരുടെ റിസൾട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ മക്കൾ പഠിക്കണില്ല, നമ്മൾ കൊടുക്കുന്നതൊന്നും അവർ പിന്നെ എന്താ പറയണില്ല, അത്ര വേണ്ടാന്ന് തോന്നുക. അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മക്കളാണല്ലോ ടീനേജ്, അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. അപ്പോഴൊക്കെ നമുക്ക് അവരുടെ റിസൾട്ട് ആലോചിക്കുമ്പോൾ പേടി. അപ്പൊ ഈ ഒരു ഭയം നമ്മളിൽ ഉണ്ടാവാൻ കാരണം മുന്നേ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണോ, അതോ നമുക്ക് അത് ഉണ്ടാവാൻ ഒരു കാരണം എന്താണ്? അങ്ങനെ ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. ഇനി ഉണ്ടാവാൻ പോകുന്ന മനുഷ്യരും കഴിഞ്ഞു പോകുന്ന മനുഷ്യരും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും വളരെ ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മള് ജനിച്ചു വീഴുമ്പോൾ ഏറ്റവും പരിശുദ്ധിയോട് കൂടിയിട്ടാണ് അവിടെ ജനിച്ചു വീഴുന്നത്, വളരെ ശുദ്ധിയോട് കൂടിയിട്ടാണ്.
നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ പലതിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഒരു കുഞ്ഞ് ഭയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കുടുംബത്തിന് പ്രാധാന്യമുണ്ട്, അമ്മക്കും അച്ഛനും പ്രാധാന്യമുണ്ട്, സമൂഹത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ഭയമില്ലാതെ വളരുക എന്നതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ആലോചിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത്? അതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ എനിക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്ക് ഒരു ഭാരം എനിക്ക് തരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. അത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നു. ഞാൻ എൻ്റെ മക്കളോട് പറയാറ്, നിങ്ങൾ കൈക്കോട്ട് കളിക്കാനാ താല്പര്യം വെച്ചാൽ അതിൽ ഏറ്റവും പ്രാവീണ്യം നേടണം എന്നാണ്. ഏറ്റവും ടോപ്പിലെത്തണം. ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ള മനുഷ്യര് ഇങ്ങനെ കുറ്റിപ്പുറത്തൊരു കൈക്കോട്ട് കളക്കുന്ന ഒരാളുണ്ട്. അയാളില്ലെങ്കിലേ വേറൊരാളെ വിളിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ആദ്യം പഠിപ്പിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? എന്താണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഓടുകയാണ്, മത്സരിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നല്ലൊരു അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊരു കുഞ്ഞ് പഠിക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് സമാധാനത്തിൽ ജീവിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനമാണ്. സമാധാനമില്ലാതെ നമ്മൾ എന്ത് പണിയെടുത്തിട്ട് എന്താ കാര്യമുള്ളൂ? തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തിന് പഠിക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നൊരു സാധനമാണല്ലോ അല്ലേ? അപ്പോൾ ഈ പല കുട്ടികൾക്ക് ഇത് അറിയില്ല. എന്തിനാ പഠിക്കണത്? കുറേ മാർക്ക് മേടിക്കണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എന്നിട്ട് കുറേ പൈസ ഉണ്ടാക്കണം എന്നാണ് കുട്ടികളെടുത്ത് കിട്ടുന്ന മറുപടിയൊക്കെ. അപ്പോൾ ഇത് ഇവരോട് സംസാരിക്കുമ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അവർ അങ്ങനത്തെ ചിന്തയിലേക്ക് എത്തിയെന്നാണ്. ഒരു അമിത സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുത്തിട്ട് സമാധാനം കാണുന്ന ഒരു പ്രവണത കാണാറുണ്ട്. നമ്മൾ ആരാണ് സ്വാതന്ത്ര്യം കൊടുക്കാൻ? ആരാണ് ഈ കൊടുക്കുന്നത്? ഒരാൾ കൊടുക്കുന്നതും ഒരാൾ വാങ്ങുന്നതും അല്ലല്ലോ സ്വാതന്ത്ര്യം. അതെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സാധനം. എന്തിനാണ് പഠിപ്പിക്കുന്നത്? മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുത്ത് വന്നിട്ട് വേറൊരാൾ ചോദിക്കുന്നു, ഇങ്ങനെ മതിയോ, ചൂണ്ടലിട്ടിരുന്നാൽ മതിയോ, കുറച്ചും കൂടിയും വലയൊക്കെ വാങ്ങി മീൻ പിടിക്കണമല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറയേണ്ടത്, എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക? വലയൊക്കെ ഇട്ട് മീൻ പിടിച്ച് കുറേ മീൻ കിട്ടുമ്പോൾ ഒരു തോണി വാങ്ങണം, പിന്നെ ആ തോണിയിലുള്ള മീൻ വിറ്റ് ഒരു ബോട്ട് വാങ്ങണം, പിന്നെ ആ ബോട്ടിലുള്ള മീൻ വിറ്റ് വലിയ കപ്പലിൽ മീൻ പിടിക്കണം, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അങ്ങനെ വലിയ മോഹങ്ങൾ ഇയാൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് ചോദിക്കണ്ടേ ഈ ചൂണ്ടലിടുന്ന ആൾ? എന്നിട്ട് ഇതുപോലെ ഇരുന്ന് നല്ല സമാധാനത്തിൽ ചൂണ്ടലൊക്കെ ഇട്ടിട്ടിരിക്കണം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആ പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നാ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഒന്ന് കണക്ട് ചെയ്യണേ. ഇപ്പോ സമാധാനമുള്ള നമ്മളെ വിഷയം. ഇപ്പോ നമ്മൾ ഇന്ന് കുട്ടികളിൽ കാണുന്നത്, ഇപ്പൊ നമ്മൾ ചില രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചു, അത് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല, നല്ലൊരു ഈവൻ സൈക്കിൾ പോലും കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് മാക്സിമം കൊടുക്കുകയാണ്. അതിൽ ഞങ്ങളെ മക്കൾ ഭയങ്കര സമാധാനം, സന്തോഷം കണ്ടിട്ടാണ്. പക്ഷെ അത് അമിത സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയും മക്കളെ അവസാനം രക്ഷിതാക്കൾക്ക് ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്ന് അവർ നമ്മുടെ സങ്കടം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ അവർ അമിത സ്വാതന്ത്ര്യം ഇപ്പൊ പറയുന്ന മെറ്റീരിയൽ ലൈഫിൽ മാക്സിമം കൊടുത്ത് മക്കളങ്ങ് തോന്നിയതുപോലെ ഞങ്ങൾ വിട്ടു, പക്ഷെ എന്നിട്ട് ഞങ്ങൾക്ക് പിടിച്ചു വരാൻ പറ്റുന്നില്ല. അപ്പൊ എവിടെയാണ് ഈ ഒരു സത്യത്തില് ഇപ്പൊ എവിടെയാണ് നമുക്ക് ഒരു മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മളൊന്നൊന്ന് ഒരു എന്താ ഏറ്റവും നല്ല കുട്ടിയായിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്താണ് തുടക്കത്തിൽ കൊടുക്കേണ്ടത്? റാഷിദ് നല്ലൊരു കാറ് വാങ്ങിയാൽ ആ കാറ് 3 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പുതുമ നഷ്ടപ്പെടും. തീർച്ചയായും. അതൊരാഴ്ചയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി പുതുമ നഷ്ടപ്പെടും. തീർച്ചയായും. നിങ്ങൾ നല്ലൊരു വീട് വെച്ചാൽ അതിന്റെ പുതുമ നഷ്ടപ്പെടും. അതെ. ഇങ്ങനെയാണ് ഓരോ മെറ്റീരിയലുകളുടെയും നമ്മളുടെ അനുഭവങ്ങൾ. അതിന്റെ അവസാനം അങ്ങനെയാണ്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ അവസാനം നമുക്ക് അത് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അതിന്റെ സുഖം നഷ്ടപ്പെടും. അതേസമയം ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു സാധനം. ഇപ്പൊ കണ്ണ് കാണാത്ത ഒരാൾ നടന്നു പോകുന്നു. അദ്ദേഹം നടന്നു പോകുന്നത് വാഹനങ്ങളോ മറ്റോ കാണാതെ പ്രയാസപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് അയാളെ കൈപിടിച്ച് അയാളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ചുമതലയാണെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം അത് സ്ഥായിയായി നിലനിൽക്കുന്ന സമാധാനം, സ്ഥായിയായി നിലനിൽക്കുന്ന ഓർമ്മയാണ്. അത് മെറ്റീരിയൽ അല്ല. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ കോളേജിലോ കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് നോക്കണം. എൻ്റെ പാത്രത്തിൽ മീൻ പൊരിച്ചതുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്ത സുഹൃത്തിൻ്റെ പാത്രത്തിൽ അതില്ലെങ്കിൽ കൊടുക്കണം. ആരും അറിയാതെ അയാളെയും കൂടി അത് ഊട്ടുക എന്നുള്ള മനസ്സ് വരുന്നിടത്ത് നമുക്ക് തൃപ്തി അനുഭവിക്കാൻ പറ്റും.
തൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ഫീലിങ്സ് ആണ്. നമ്മുടെ വീട്ടിൽ നമ്മളെ അലമാറയില് ഒരു 10 വസ്ത്രം ഉണ്ടെങ്കിൽ ആ 10 വസ്ത്രത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ നമുക്ക് മിനിമം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മളിങ്ങനെ നോക്കും, ഇന്ന് ഏതാണ് ആ വസ്ത്രം ധരിക്കുന്നത്. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ ഏത് വസ്ത്രം ധരിക്കേണ്ടത് നമ്മളിങ്ങനെ നോക്കും. പക്ഷെ അതൊരു 5 എണ്ണം ഉള്ളെങ്കിലോ നമുക്ക് സമയം അത്രയും ലാഭമാണ്. 5 എണ്ണം നോക്കിയാൽ മതി. പിന്നെ നമ്മൾക്കൊരു ധാരണ ഉണ്ട്, നമ്മളുടെ വസ്ത്രവും നമ്മളുടെ ഇതൊക്കെ കാണുന്ന ഒരു സമൂഹമുണ്ട്. ഇവിടെ ഒരു കുട്ടിയുണ്ട്, ലിയ എന്ന് പറയുന്ന ഒരു കുട്ടി, ഇന്റേൺഷിപ്പിന് വന്ന മോളാണ്. അപ്പൊ അവളായിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് സംസാരിക്കും. വളരെ രസകരമായ ചിന്തയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവളങ്ങനെ ചമയങ്ങളോ ചുണ്ടില് ചായം തേക്കുകയോ അല്ലെങ്കിൽ കണ്ണിൽ കൺമഷി ഇടുകയോ അങ്ങനെ കോൺഷ്യസ് അല്ല. അവളുടെ സൗന്ദര്യം എന്ന് പറയുന്ന ബാഹ്യമായ സൗന്ദര്യത്തിൽ അവൾ കോൺഷ്യസ് അല്ല. അപ്പൊ അവള് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് എന്നോടൊരു ആത്മവിശ്വാസമുണ്ട്. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ അലങ്കാരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഭയങ്കര രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അവനവനോടുള്ള ആത്മവിശ്വാസം ഉണ്ടാവേണ്ടത് എപ്പോഴാണ്? അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ പറ്റിക്കാതെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുന്നത്. നമ്മളെപ്പോഴൊക്കെയാണോ നമ്മളുടെ ഈ വ്യവസ്ഥയെ തെറ്റിച്ചുകൊണ്ട് നമ്മൾ സ്വയം പറ്റിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലൊന്നും പുറത്തേക്ക് വേറെ ഒന്നുമായിട്ട് പ്രവർത്തിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥരാവും. ആത്മവിശ്വാസം ഉണ്ടാവില്ല. എനിക്ക് എന്നോട് ഇഷ്ടം തോന്നണം. കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് എൻ്റെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ കുഴപ്പമില്ല എന്ന് കരുതി എനിക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നണം എന്നെ തന്നെ. ഇവിടെയാണ് ഈ ആത്മവിശ്വാസം ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ അതിനുള്ള വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിൽ വീട് മുതൽ തുടങ്ങേണ്ടത്. ഞാനൊക്കെ പലപ്പോഴും കേൾക്കാം, നമ്മളിങ്ങനെ നാട്ടില് ഏറ്റവും നല്ല വാഹനമുള്ള ആള് അല്ലെങ്കിൽ ഏറ്റവും നല്ല വീടുള്ള ആള്, ഏറ്റവും നല്ല സമ്പന്നരകൾ, എല്ലായിടത്തും സ്വീകാര്യത കിട്ടുന്ന ഒരു സാഹചര്യം പലയിടത്തും കാണാറുണ്ട്. പലപ്പോഴും ഇതൊന്നും ഇല്ലാത്തവരിങ്ങനെ ഒതുങ്ങിക്കൂടി ഈവൻ പല ഫങ്ഷൻസും നജീബിക്കൊക്കെ കാണാൻ പറ്റും. സമൂഹത്തിൽ അറിയപ്പെടുന്നവരെ അല്ലെങ്കിലും എല്ലാവരും സ്വീകരിക്കുന്നവരൊക്കെ മാത്രം ക്ഷണിക്കും. അതുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, പല തിന്മകളിലേക്കും അധർമ്മങ്ങളിലേക്കൊക്കെ പോയി എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാവുന്ന രീതിയിലൊക്കെ നമ്മളിങ്ങനെ പലയിടത്തും കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ്. നജീബിക്ക പറയുമ്പോൾ സത്യത്തിൽ നമ്മളായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമ്പോഴാണ് സമാധാനം ഉണ്ടാവുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ സമൂഹം ഇപ്പോൾ കുട്ടികളിൽ കാണുന്ന വല്ലാണ്ട് നമുക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലഹരിയുടെ വ്യാപനം അല്ലെങ്കിൽ കുട്ടികളുടെ നേരെയല്ലാത്ത പോക്കുകൾ, ഇത് നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് ഇതിനൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുക? നമുക്ക് മാതൃകയാവാം. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ്. അദ്ദേഹമായിട്ട് ഞാൻ അങ്ങനെ യാത്ര ചെയ്യാം. ഒരു വഴി കൂടെ നടന്നു പോണ സമയത്ത് ഒരു മാങ്ങ പൊട്ടിച്ചു. റോഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു മാവുന്ന് ഞാനൊരു മാങ്ങ പൊട്ടിച്ചു. അപ്പൊ കുറെ നടന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് വേറൊരാളുടെ പറമ്പിലെ മാങ്ങയാണ്, വേറൊരാളുടെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് റോട്ടിലേക്ക് തൂങ്ങിക്കിടന്നതാണ് നജീബ് പൊട്ടിച്ചത്. വളരെ മുമ്പാണ്, ഏതാണ്ട് ഒരു 10-30 കൊല്ലം മുമ്പ് കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കൊരു അങ്ങനെ ചെയ്യേണ്ടതില്ല, ശ്രദ്ധിക്കണം എന്ന് എന്നോട് പറയണം. അപ്പൊ ഞാനത് ഒരു പുച്ഛത്തോടെ കണ്ടത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം സംസാരിക്കുന്നതും അദ്ദേഹം ആളുകളോട് ബിഹേവ് ചെയ്യുന്നതും എനിക്ക് ഇന്നും അയാളോട് ഭയങ്കര പ്രേമമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അയാൾ അന്ന് ആ പറഞ്ഞത് അയാളുടെ ജീവിതത്തിൽ അയാൾ കാണിക്കാൻ ശ്രമിക്കുന്നു. അയാളൊരു സാധാരണ മനുഷ്യനാണ്. ദൈനംദിന ജീവിതത്തിന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ ഈ ഒരു ക്വാളിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്ക് അതേ മാതൃകയാക്കേണ്ടതുള്ളൂ. ഇന്ന് സൈക്കോളജിസ്റ്റുകളുടെ എണ്ണം കൂടി, സൈക്യാട്രിസ്റ്റുകളുടെ എണ്ണം കൂടി, കൗൺസിലിംഗ് സെന്ററുകളുടെ എണ്ണം കൂടി. എന്തുകൊണ്ടാണ്? നമ്മൾ എന്താണ് നമ്മളുടെ ഉത്തരവാദിത്വം? നമ്മൾ എന്താണ്? മനുഷ്യൻ എന്താണ്? വളരെ സങ്കീർണതയുള്ള ഒരു ജീവിയാണ്. എന്താണ് ഒരു മനുഷ്യന് വേണ്ടത് യഥാർത്ഥത്തിൽ? മനുഷ്യൻ മാത്രമാണ്. ഒരു കാട്ടിൽ നിങ്ങൾ നോക്കിയെങ്കിൽ, ഡിസ്കവറി ചാനലൊക്കെ നോക്കിയാൽ കാണും, ഒരു സിംഹം വന്ന് ഒരു മാനിനെ പിടിക്കുകയാണ്. മാനിനെ പിടിച്ച് അതിന്റെ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ, വിശപ്പ് മാറുന്ന നിമിഷത്തിൽ അത് അവിടെ ഉപേക്ഷിച്ച് പോകും. പിന്നെ വേറൊന്നിനെ വേട്ടയാടില്ല. മനുഷ്യന് വിശപ്പ് മാറിയാലും മനുഷ്യന് എത്ര സമ്പാദിച്ചാലും ഇത് മതിയാവുന്നില്ല. പിന്നെയും ഒരു കൂട്ടാനുള്ള ശ്രമം നടത്തുന്നത്. അതിന്റെ ഒരു കാരണം എന്താ? മനുഷ്യൻ അങ്ങനെയാണോ? മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഏത് തരത്തിലും ഉപയോഗിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിയാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ എവിടെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായ ധാരണ അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇപ്പൊ മനുഷ്യനിങ്ങനെ എല്ലാം ഇങ്ങനെ നേടിയെടുക്കാൻ ഒരു പ്രവണത മനുഷ്യൻ ഇൻബിൽഡ് ആണല്ലോ, അവരുടെ എല്ലാ മനുഷ്യനും.
അതുകൊണ്ടല്ലേ നമ്മുടെ ലോകത്ത് ഡെവലപ്പായത്. എല്ലാവരും എങ്ങനെ ചില ഇത് ഭക്ഷിക്കുക, ചില ജീവിക്കുക, എന്താ പറയുക, പറ്റുന്നത് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നാടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചിട്ടും സമയം മാറ്റിയിട്ടും കുടുംബജീവിതം മാറ്റിയിട്ടൊക്കെ ഒരുപാട് ഇപ്പൊ നമ്മൾ പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ പാരൻസ് അവരുടെ നല്ലൊരു കാലം ഗൾഫിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് എന്താ പറയുക അവരുടെ യൂത്തൊക്കെ കളഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ജനറേഷന് വളരെ സന്തോഷകരമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ എല്ലാ കാലത്തും ഒരു വിഭാഗം ആൾക്കാർ മറ്റൊരു ജനറേഷന് വേണ്ടി എന്തോ ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണോ അതിന്റെ ഒരു സിസ്റ്റം? അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പാരന്റ്സ് സാക്രിഫൈസ് ചെയ്യുന്നു, അവർ ജീവിതം ആസ്വദിച്ചിട്ടില്ല. അവരെന്നെ പറയുന്നു ഞങ്ങളുടെ കുട്ടികൾ ഇപ്പൊ അസ്വസ്ഥരാണ്, അവര് മയക്കുമരുന്നിന് അടിമകളാണ്, അവര് ജീവിതത്തിൽ കൃത്യമായ നിലപാടുകൾ ഇല്ലാത്ത കുട്ടികളായി വളരുന്നു എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പൊ അവർ ഇത്രയും കാലം സാക്രിഫൈസ് ചെയ്ത് ഉണ്ടാക്കിയതൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത്? എന്താ ശരിക്കും ഇപ്പൊ IT മേഖലയിലൊക്കെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകള് ഗുണ്ടൽപേട്ടയിലും പൊള്ളാച്ചിയിലും 2-3 ഏക്കർ സ്ഥലം വാങ്ങി ചെറിയൊരു കൂര വെച്ച് കൃഷി ചെയ്ത് അവിടെ ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്താണ് നമുക്ക് വേണ്ടത്? അതാണ് ഒന്നാമത് നമ്മൾ തീരുമാനിക്കുന്നത്. എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് സ്വസ്ഥമായിട്ട് ഈ സിസ്റ്റത്തെ നിർത്താൻ പറ്റണം. ഈ സിസ്റ്റത്തെ ഞാൻ അടക്കമുള്ള ആളുകളോട് ഞാൻ പറയണ കേട്ടോ, അതായത് പൊതുസമൂഹത്തോട് പറയുന്നതല്ല. സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിലത് ഫീൽ ചെയ്യും. ഈ സിസ്റ്റത്തെ നിലനിർത്താൻ നമുക്ക് എന്താണ് വേണ്ടത്? അത് നമ്മൾ ആലോചിക്കണം. നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഡെവലപ്മെന്റ് ഉണ്ട്. എന്ത് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയേണ്ടത്? നമ്മുടെ സ്വാസ്ഥ്യത്തിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ലോകത്ത് മുഴുവൻ എന്തുകൊണ്ടാണ് യുദ്ധങ്ങൾ നടക്കുന്നത്? ആയുധങ്ങളുടെ കച്ചവടമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് നമ്മൾ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്? ഏത് ഫുഡ് പ്രോഡക്റ്റ് എടുത്ത് പരിശോധിച്ചാലാണ് അതിൽ മായം ചേർക്കാത്ത നമുക്ക് കിട്ടുന്നത്? അപ്പൊ ഇവിടെ എവിടെയാണ് ഈ ഡെവലപ്മെന്റ് എന്നുള്ളത് ശരിക്കും അതിനെക്കുറിച്ച് അറിയുന്ന വിലയിരുത്തുന്ന മനുഷ്യർ കൃത്യമായിട്ടും അതിനുവേണ്ടി ഇരിക്കേണ്ടതുണ്ടെന്നാണ്. ബാഹ്യമായ എന്തൊക്കെയോ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. എവിടെയാണ് മനുഷ്യർക്ക് സ്വസ്ഥമായി കിടക്കാൻ പറ്റുന്നത്, സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നത് എവിടെയാണ്? പലരും ലൈഫിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയരങ്ങളുണ്ടെങ്കിലും ഈ പറയുന്നതൊക്കെ എന്താ നേടാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണുള്ള പല പാരന്റ്സിൽ. പക്ഷെ ഇത് രണ്ടും കൊണ്ടുവന്ന ചില പാരന്റ്സ് ഇല്ലേ, നല്ല രീതിയിൽ ഭൗതികമായ ഡെവലപ്മെന്റും അതോടൊപ്പം കുടുംബജീവിതം അതോടൊപ്പം നല്ലൊരു തലമുറ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു സിസ്റ്റത്തിന് ഇതൊക്കെ വന്നു ചേരേണ്ടതാണ്. നമ്മൾ ഒന്നിന്റെ പിന്നാലെ പോകുന്നതല്ല യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ സമ്പത്താണെങ്കിൽ അത് വന്നു ചേരേണ്ടതാണ്. അതിന്റെ പിന്നാലെ വന്നു ചേരണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. അത് നമ്മളെ ഈ സിസ്റ്റത്തെ തകരാറാക്കിയിട്ടല്ല എടുക്കേണ്ടത്. ഇപ്പൊ മുഴുവൻ മലകളും ഇടിച്ചു നിരത്തി, എല്ലാ കുന്നുകളും ഇടിച്ചു നിരത്തി, നമ്മൾ അതിനെ ഏതോ തരത്തിൽ വികൃതമാക്കി നമ്മൾ പണം സമ്പാദിക്കുന്നുണ്ട്. അത് ബിൽഡിംഗ് കെട്ടാനാവാം, വീട് വെക്കാനാവാം, റോഡിന് വേണ്ടി വികസനത്തിനാവാം, ഇതൊക്കെ ആവാം. പക്ഷെ ഒരു വ്യവസ്ഥയെ നമ്മൾ തകരാറിലാക്കുന്നു. എനിക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഖുർആനിലൊരു പദമുണ്ട്, പർവ്വതങ്ങളെ ഞാൻ ആണി പോലെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭൂമിയുടെ കെട്ടുറപ്പിന് ഈ ആണി ആവശ്യമാണ്. അതൊരു എഞ്ചിനീയറിംഗ് ആണ്. പക്ഷെ ഇത് അടിച്ചു നിരത്തി ചെയ്യുമ്പോൾ ഇത് ഖുർആനിൽ നിന്ന് മാത്രമല്ല, ഇത് സയൻസ് എടുത്ത് നോക്കിയാലും എവിടെ എടുത്ത് നോക്കിയാലും നമുക്കിത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒരു നാട്ടിൽ താമസിക്കുന്നവരാണ്. യൂറോപ്പിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ഏതോ ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വരികയാണ്. അപ്പൊ അയാളെ സൽക്കരിച്ച് അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ തമ്മിലുള്ള മത്സരം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം. എൻ്റെ നാട്ടിലേക്ക് ഇതൊരാൾ വന്നിരിക്കുന്നു, അയാളെ ഞാൻ സ്നേഹത്തോടു കൂടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അല്ല, എന്നാൽ 2 ദിവസം ഞാൻ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് തരാം. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ സമരം നടക്കണം, ഇതിനു വേണ്ടിയിട്ടുള്ള മത്സരം നടക്കണം. അതായത് നമ്മൾ എത്ര ഭൗതികമായ പഠനത്തിൽ ഉയരങ്ങൾ എത്തിയാലും മറ്റുള്ളവരെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് നമ്മൾ കാരണം സമാധാനം കിട്ടുന്ന വ്യക്തികളായിട്ട് മാറണം എന്നാണോ ഇതിന്റെ ഒരു കൺക്ലൂഷൻ? റാഷിദ, ഇതില് പിന്നെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഈ സിസ്റ്റം തകരാറാവുന്ന എന്ത് ചെയ്താലും അത് നഷ്ടമാണ്. അതെ. ഇപ്പൊ ഭൂമിക്ക് ചുറ്റും 2 തവണ ചുറ്റാൻ മാത്രമുള്ള നാഡീവ്യൂഹങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. നമ്മുടെ തോട്ട്സ്, നമ്മളൊരാൾ ഭയപ്പെടുത്തിയാൽ നമ്മുടെ സിസ്റ്റത്തിന് തകരാറ് സംഭവിക്കുന്നു. നമ്മുടെ ഉള്ളിൽ അന്യന്റെ എന്തെങ്കിലും അവകാശപ്പെടാത്ത ഒരു സാധനം നമ്മുടെ
അകത്തേക്ക് ചെല്ലുകയോ നമ്മുടെ കയ്യിലോ വരുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകുന്നു. സുന്ദരിയായ ഒരു സ്ത്രീയെ നമ്മൾ ഒരു പ്രാവശ്യം നോക്കും, സ്വാഭാവികമാണ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. രണ്ടാമത് നോക്കുമ്പോൾ അത് ഏതോ ഒരാളുടെ ഭാര്യയാണ്, ഏതോ ഒരാളുടെ സഹോദരിയാണ്, ഏതോ ഒരാളുടെ ഉമ്മയാണ് അല്ലെങ്കിൽ അമ്മയാണ്. ഇത് ചിന്തിക്കുന്നിടത്ത് നമ്മൾ പാകപ്പെടുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് കുറച്ചും കൂടി എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, എന്നെ ഞാൻ കീഴ്പ്പെടുത്തുന്നു. ഞാൻ എൻ്റെ അബദ്ധസഞ്ചാരത്തിൽ, എൻ്റെ ചിന്തകളിൽ ഞാൻ എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റണം. അപ്പൊ എല്ലാ മനുഷ്യനും പ്രപഞ്ചം പിന്നെ ഒരു ഉത്തരവാദിത്തത്തിന് അല്ലെങ്കിൽ ചിലത് ചെയ്യാനാണോ ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു മനുഷ്യന് വന്നിട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഒരു വ്യക്തി ഇപ്പൊ നജീബ് ഇവിടെ വന്നു, ഞാനിവിടെ വന്നു, റിയാസ് ഇവിടെ വന്നു, ഞങ്ങളെ കൊണ്ട് ചിലത് ഈ പ്രപഞ്ചത്തിന് ചില തീരുമാനം ഉണ്ടാവും. എനിക്ക് പറയാറില്ല, അത് പറയാനുള്ള അതിനുള്ള അറിവ് എനിക്കില്ല. അല്ല, നജീബിക്കാന്റെ ഒരു ഇപ്പൊ കുറെ ആൾക്കാരെ പരിചയപ്പെടുമ്പോ ഇത് പിന്നെ ഇപ്പം നമ്മളൊക്കെ ചെറുപ്പം മുതലേ കാണുമ്പോൾ നജീബ് ഇങ്ങനെ തന്നെയായിരുന്നു, ഈ ഒരു ഐഡിയോളജി പറയായിരുന്നു. അപ്പൊ അത് പിന്നെ അതേപോലെ ചില വ്യക്തികളിലാണ് ഭയങ്കരമായിട്ട് മോശപ്പെട്ട ജീവിതം, പക്ഷെ പെട്ടെന്നാണ് അവരും കൊണ്ട് ഭയങ്കരമായിട്ട് മാറണം. അപ്പം ഇതിനൊക്കെ എവിടെയാണ് ഇതിന്റെ ഒരു കെമിസ്ട്രി നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ എല്ലാ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ഏറ്റവും പരിശുദ്ധിയോട് കൂടിയിട്ടാണ്. അതെ അതെ, വളരെ പരിശുദ്ധിയോട് കൂടിയിട്ട് തന്നെയാണ് ഓരോ ജീവിയും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതെ. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ശക്തി എന്താണോ, അത് അള്ളാഹുന്നോ ദൈവമെന്നോ ഈശ്വരനോ നിയതിന്നോ എന്തോ വിളിക്കട്ടെ, ഇതിന്റെ പിന്നിലുള്ള പരമമായ ശക്തി ഏറ്റവും പരിശുദ്ധമായിട്ട് തന്നെയാണ് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ അവിടുന്ന് രൂപപ്പെടുന്ന സമയം, രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ, രൂപപ്പെടുന്ന ചുറ്റുപാടുകൾ, ഇതൊക്കെയാണ് ആ മനുഷ്യനെ എന്താവണം എന്ന് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ തീരുമാനത്തിന്റെ പുറകിൽ ഈ ജനിച്ച മനുഷ്യന് മാത്രം ഉത്തരവാദിത്തപ്പെട്ടതല്ല. അവിടെയാണ് ഒരു സാമൂഹിക, നമ്മൾ പരസ്പര ആശ്രിതരാണ്. ഇന്ന് ഉച്ചക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം കഴിച്ചപ്പോൾ ചോറുണ്ട്, സാമ്പാറുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ട് അതൊക്കെ ഉണ്ട്. സാമ്പാർ മാത്രം എടുക്കുക നമ്മൾ. ഈ സാമ്പാറിൽ എന്തൊക്കെ ഉണ്ടാവും? വെണ്ടക്ക ഉണ്ടാവും, കൈപ്പങ്ങ ഉണ്ടാവും, പിന്നെ മുരിങ്ങാക്കായ ഉണ്ടാവും, മഞ്ഞളുണ്ടാവും, മുളകുണ്ടാവും. ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ സാമ്പാർ വരുന്നത്. തീർച്ചയായും. ഒരു വെണ്ടക്ക ഉണ്ടാവാൻ ഏതോ ഒരു മനുഷ്യൻ മണ്ണ് മാന്തി കൃഷി ചെയ്തിട്ടുണ്ട്, അയാളുടെ വേർപ്പിന്റെ ഒരു തുള്ളിയായിരുന്നു. അതിന് വെള്ളം ഒഴിച്ചെടുത്തൊരു മനുഷ്യൻ ഉണ്ടാവും, അത് പൊട്ടിച്ചെടുത്തൊരു മനുഷ്യൻ ഉണ്ടാവും, അത് ചാക്കിലാക്കിയൊരു മനുഷ്യൻ ഉണ്ടാവും, അത് തലയിലേറ്റി വണ്ടിയിൽ കയറ്റിയൊരു മനുഷ്യൻ ഉണ്ടാവും, ഇത് വണ്ടി ഓടിച്ചു വന്നൊരു മനുഷ്യൻ ഉണ്ടാവും, അത് ഇറക്കിയൊരു മനുഷ്യൻ ഉണ്ടാവും, ആ ഇറക്കിയെടുത്തുനിന്ന് ഇത് കൊടുന്ന് തൂക്കിയൊരു മനുഷ്യൻ ഉണ്ടാവും, അത് നമ്മൾ ആവശ്യമുള്ളത് തൂക്കി തന്നൊരു മനുഷ്യൻ ഉണ്ടാവും. അപ്പോൾ ഒരു വെണ്ടക്കയിൽ മാത്രം എത്രയോ മനുഷ്യരുടെ അധ്വാനത്തിന്റെ, എത്രയോ മനുഷ്യരുടെ വേർപ്പിന്റെ അംശം അതിലുണ്ട്. ഇങ്ങനെ ഓരോ വസ്തുക്കളും ഒരു സാമ്പാറിൽ മാത്രം എടുത്താൽ മതി നിങ്ങൾ. അപ്പൊ അതിലുള്ള ഓരോ ഘടകങ്ങളും എത്രയോ മനുഷ്യരുടെ അധ്വാനമാണ്. അപ്പൊ എന്തിനാണ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? ഈ മനുഷ്യരെ ഓർക്കണം, ഇതെന്റെ മുന്നിൽ വന്നത് ഇങ്ങനെ കുറേ മനുഷ്യർ പരസ്പര ആശ്രിതരാണ്. നമ്മൾ മനുഷ്യനൊരു സഹജീവിയാണല്ലേ. പരസ്പര ആശ്രിതരായ മനുഷ്യര് ആ ബോധ്യത്തിൽ ജീവിക്കാൻ നമ്മളിത് പറയുമ്പോൾ, എനിക്കിത് പറയുമ്പോൾ ഇപ്പൊ എനിക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എവിടെയെന്ന് വെച്ചാൽ, എടോ താനിങ്ങനെ പറഞ്ഞൊരാളല്ലേ, അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക എന്ന് എന്നോട് പറയാൻ സഹായിക്കുമെങ്കിൽ മാത്രമേ ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ പറയുന്നത് വേറെ ആൾ കേട്ടിട്ട് നമ്മള് നന്മ സമൂഹത്തിൽ കൊടുക്കുമ്പോൾ നമ്മളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണല്ലോ അല്ലെ. തീർച്ചയായിട്ടും. നമ്മൾ സ്വയം അനുഭവിക്കുകയും മറ്റുള്ളവരെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നിടത്താണ് നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട. ഈ പ്രസംഗങ്ങൾ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ കുത്തുബ നടക്കുന്നു, എല്ലാ ആരാധനാലയങ്ങളിലും കുർബാന നടക്കുന്നുണ്ട്, നല്ല പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇപ്പൊ ലോകരാജ്യങ്ങളിൽ പലരും പക്ഷം പിടിച്ചുകൊണ്ട് യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് യുദ്ധങ്ങളുടെ പിന്നിലെ ലക്ഷ്യം? കച്ചവടം തന്നെയല്ലേ. അപ്പൊ ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി യുദ്ധങ്ങൾ വരുന്നു. യുദ്ധങ്ങൾ വരുമ്പോൾ കുറെ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ ഇല്ലാതായി, അറിയാത്ത ഒരുപാട് മനുഷ്യർ വിഷമത്തിലാവും. ഇതിന്റെ പിന്നിലെ പൊരുൾ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല, സാധാരണ മനുഷ്യർക്ക് അറിയില്ല. ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യം എടുത്ത് നോക്കിയാലും. ഒരു പ്രോഡക്റ്റ് വിൽപ്പനക്ക് കൊണ്ടുവരുമ്പോൾ ആ പ്രൊഡക്റ്റ് വിൽറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ അതിനുവേണ്ടി, ആ ലാഭത്തിന് വേണ്ടി ചെയ്തേ പറ്റൂ. അപ്പൊ ഈ ലാഭത്തിന് വേണ്ടി ചെറിയ ചെറിയ വീഴ്ചകൾ വരും, അത് മറ്റു മനുഷ്യരെ മുഴുവൻ ബാധിക്കുന്നു. അപ്പൊ നമ്മൾ പരസ്പരം ആശ്രിതരാണ്. ഞാൻ കാരണം ഒരാൾ വിഷമിക്കാൻ ഇടവരരുത്, എൻ്റെ ചെയ്തികളുടെ ഫലമായിട്ട് ഒരാൾ പ്രതിസന്ധിയിലാകരുത്.
ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ജീവിതം വെറുതെ കിട്ടിയതാണ്. എല്ലാം നമ്മൾ പണം കൊടുത്ത് മേടിക്കുമ്പോൾ ഈ കയ്യും കാലും കണ്ണും മൂക്കും ഈ അവയവങ്ങൾ നമ്മൾ എത്ര ഹാർഡായിട്ടുള്ള ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണം അതിനകത്ത് ചെന്ന് ദഹിച്ച് വേസ്റ്റ് പുറന്തള്ളുന്ന ഒരു മെഷീൻ ഇതിൻ്റെ ഉള്ളിൽ പൈസ കൊടുക്കാതെ വെച്ചിട്ട് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതെ, ഈ ബോധ്യം വേണം. അവസാനമായിട്ടൊരു ചോദ്യമാണ്, ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. ഇപ്പോൾ ഞാൻ തുടങ്ങിയതിൽ ഒന്നുകൂടി അവസാനിപ്പിക്കണം. നമ്മൾ നന്മകൾ ചെയ്യാം, അതിൻ്റെ ചിലർ നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മളോട് ചിലപ്പം സ്നേഹം കാണിക്കാം, ചിലപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചിലർ നമ്മൾ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യാം. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാത്ത രീതിയിൽ നമ്മൾ സമൂഹത്തിൽ മാക്സിമം നന്മ ചെയ്യുകയും അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും പ്രപഞ്ചം നമുക്ക് തരുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഐഡിയോളജി വെച്ച് മുന്നോട്ട് പോവുകയായിരിക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ തുടങ്ങിയ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരിക എന്ന രീതിയിലേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നീതി പാലിക്കുക എന്നുള്ളതാണ്, നമ്മളോട് തന്നെ നീതി പാലിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ്, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ പ്രപഞ്ചത്തിനും എൻ്റെ ചുറ്റുപാടുകൾക്കും മോശപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ഒരുക്കുന്നതെങ്കിൽ ഈ സിസ്റ്റം തകരാറാവും. ഇതിങ്ങനെയാണ് ഈ സിസ്റ്റം. അത് നമ്മളൊന്നും ചെയ്യണ്ട, ഒന്നും ഇളകണ്ട, തോട്ട്സ് മാത്രം മതി. ഈ തോട്ട്സ് പോലും നമ്മുടെ ചിന്തകളല്ലേ നമ്മൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്കും സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കും കൊണ്ടുപോകും. അപ്പൊ എൻ്റെ തോട്ട്സ് എൻ്റെ ചുറ്റുള്ള ജീവികൾക്ക്, എൻ്റെ ചുറ്റുള്ള മനുഷ്യർക്ക്, അത് ജീവികൾക്കും എൻ്റെ എല്ലാ ജീവികൾക്കും എന്നാണ് ഞാൻ പറയുന്നത്, അതായത് മനുഷ്യർക്ക് മാത്രമല്ല, ഇതിനെ പ്രതിസന്ധിയിലാക്കുന്നതാണോ അല്ലയോ എന്ന് ഒരു നിമിഷം ചിന്തിക്കാനുള്ള ഒരു ബ്രേക്ക് ഓരോ കാര്യത്തിലും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് ഇതിൽ ആകെ ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്നൊരു സംശയമുണ്ട്. എൻ്റെ വീടിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് ഞാൻ വേണ്ടപ്പെട്ട ഒരാളായി മാറുക എന്ന് പറഞ്ഞാൽ അവർക്കൊരാവശ്യം വരുമ്പോൾ എന്നെ സമീപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എന്നെ ഓർക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുക. എൻ്റെ ചുറ്റുപാടുകളിൽ എത്ര ഇരുട്ടാണെങ്കിലും ഞാൻ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക്. പിന്നെ ഇതിൽ ആകെ പറയാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല ഒന്നിന് മാത്രം. മരണം എന്ന് പറയുന്ന ഈ ജീവൻ അവസാനിക്കുന്നിടത്ത് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. എന്നാൽ ജീവൻ എവിടെയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? റാഷിദിന്റെ ജീവൻ എവിടെയാണ്? എവിടെയാണ് ജീവൻ എന്ന് വെച്ചാൽ കയ്യും കാലും കണ്ണൊക്കെ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. ജീവൻ എവിടെയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഈ ജീവനുള്ളത് കൊണ്ടാണ് നമുക്കിതൊക്കെ പറയാൻ പറ്റുന്നതും പ്രവർത്തിക്കാൻ പറ്റുന്നതും. ജീവൻ നിലനിർത്തുന്നത് നമ്മൾ ശ്വസിച്ചിട്ടാണ്. ഈ ശ്വസിക്കുന്നത് തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടാണ്. ഞാനും നിങ്ങളും ശ്വസിച്ച വായു നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേറെ എത്ര സെപ്പറേറ്റ്, ഇത്ര കിലോ, ജീവന് ഇത്ര, അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ പങ്കുവച്ചിട്ടാണ് ജീവൻ നിലനിർത്തുന്നത്. ഈ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യുക, എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എല്ലാം ഷെയർ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുട്ടികളെ കുറിച്ച് നമ്മൾ പരാതി പറയാറുണ്ട്. എന്ന് വെച്ചാൽ അവർ മയക്കുമരുന്നിന് പോകുന്നു, പറയുന്നത് കേൾക്കുന്നില്ല, അനാവശ്യമായ സൗന്ദര്യബോധങ്ങളിലേക്ക് പോകുന്നു. ഇപ്പൊ ചുണ്ടിന്റെ മുകളിൽ കളർ പൂശുന്ന കുട്ടികളുണ്ട്. എന്തിനാണ് ഈ കളർ പൂശുന്ന അറിഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നത്. നല്ല സുന്ദരിയായ അല്ലെങ്കിൽ സുന്ദരന്മാരായ മനുഷ്യരായിരിക്കും. അവരെന്തിനാണ് ഈ കളർ പൂശുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവാനാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ എന്തെല്ലാം രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു കുട്ടി വന്നിരുന്നു, ഇന്റേൺഷിപ്പിന് വന്ന കുട്ടിയാണ്, ഡയാലിസിസ്. ആ കുട്ടിയുടെ ചുണ്ട് കറുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഇത് ഉപയോഗിക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ വളരെ കെമിക്കലുള്ള, വളരെ ദൂരവ്യാപകമായ മോശത്തരങ്ങൾ സംഭവിക്കാവുന്ന കെമിക്കലുള്ള ഒരു സാധനം ഈ ചുണ്ടിൽ പുരട്ടി ആ കുട്ടി ശീലിച്ചു. ഇപ്പൊ അത് കറുത്തു പോയിരിക്കുകയാണ്. അത് അറിയുന്നില്ല. നമ്മൾ ആരോ ചെയ്യുന്നത് പകർത്താൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞത് നമ്മൾ അനാട്ടമി പഠിപ്പിക്കണം. നിങ്ങളെ കോളേജിൽ കുട്ടികളെ എന്താണ് മനുഷ്യന്റെ ഘടന എന്ന് ബയോളജി ഡോക്ടർമാർക്ക് മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഇതാണ് മനുഷ്യൻ, ഇതൊരു ടൂളാണ്. ഈ ടൂളിനെ ഏറ്റവും കൃത്യമായി ഇതെനിക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ് എന്ന് മക്കളെ നമ്മൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ഇത് സൂക്ഷിക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് കുടഞ്ഞ് വൃത്തിയാക്കി, മേലൊക്കെ കഴുകി വൃത്തിയാക്കി, ഒരു കുഞ്ഞിനെ നമ്മൾ തൊട്ടിൽ കൊണ്ടുപോയി കിടത്തുന്നത് പോലെ നമ്മളെ കൊണ്ടുപോയി കിടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നുമ്പോൾ നമ്മൾ ആ പണിയെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ആ പണിയെടുക്കൂല. അതാ ഞാൻ പറഞ്ഞത്, ഇത് കഴുകിക്കൊണ്ടേയിരിക്കണം. ഇപ്പം ഇത്രയും കാലം പല്ല് തേച്ചു, ജനിച്ച ഓർമ്മ വെച്ച് പല്ല് മുളച്ച കാലം മുതൽ ഞാൻ പല്ല് തേച്ചു. നാളെ മുതൽ ഞാൻ പല്ല് തേക്കുന്നില്ല, ഇത്രയും കാലമൊക്കെ തേച്ചല്ലോ എന്ന് വിചാരിച്ചാൽ എനിക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റില്ല.
ഇത് ദിവസേന എന്ന് പറയും പോലെ ഇതിനെ നമ്മൾ ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണ്? പ്രാർത്ഥന ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ 5 നേരം പ്രാർത്ഥിക്കണം, കയ്യും കാലും മുഖമൊക്കെ കഴുകണം, ഒതു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്തിനാ ഒതു കൊടുക്കണമെന്ന് അറിഞ്ഞിട്ടാണോ റാഷിദ് ഒതു കൊടുക്കുന്നത്? തിരുവണ്ണാമലയിൽ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരിക്കൽ 3 ദിവസം ഞാൻ അവിടെ പോയി താമസിച്ചു. അപ്പൊ ഞാൻ അവിടെ പോയി നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തൊട്ടപ്പുറത്തൊരു മനുഷ്യൻ, അവിടെ വന്ന് താമസിക്കുന്ന അവിടുത്തെ ഒരു ഗസ്റ്റാണ്. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, നജീബിന് ഒതു കൊടുക്കുന്നത് എന്തിനാണ് കയ്യും കാലും മുഖവും നിസ്കരിക്കുന്നതിന് മുമ്പ് കഴുകുന്നത് എന്ന് നജീബിന് അറിയോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അറിയില്ല. അദ്ദേഹം പറയുന്നത് ചെവി തടവുമ്പോൾ ചെവിയുടെ ബാക്ക് സൈഡിൽ മർമ്മപ്രധാനമായ സ്ഥലമാണ്. അവിടെ നനവ് വരുമ്പോൾ നമ്മളിൽ ഉണർവ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മളുടെ ഓരോ കോശങ്ങളിലും അതിൻ്റെ ഉണർവ് അനുഭവിക്കുന്നുണ്ട്. കാല് കഴുകുമ്പോൾ എല്ലാ നേർ സിസ്റ്റവും വന്ന് ചേരുന്ന സ്ഥലത്ത് നനവ് തട്ടുമ്പോൾ അവിടെ ഏറ്റവും മനോഹരമായ ഒരു ഉണർവ് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, നെറ്റി നിലത്ത് തട്ടിക്കുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലും ഈ സംഭവം ഉണ്ട്. സുജൂദുണ്ട്. ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് സർക്കുലേഷൻ തലച്ചോറിലേക്ക് ഏറ്റവും ഈസി ആയിട്ട് വരാനുള്ളൊരു വേ ആണത്. തീർത്ഥം, അമ്പലങ്ങളിൽ തീർത്ഥം കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേകതരം ലോഹങ്ങൾ അടങ്ങിയ പാത്രത്തിൽ വെള്ളം വെച്ച് ആ വെള്ളമാണ് തീർത്ഥമായിട്ട് കൊടുക്കുന്നത്. അതിൽ ഔഷധ ഗുണമുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ആൽമരങ്ങളുണ്ട് അമ്പലങ്ങളിൽ. എന്തുകൊണ്ടാണ് ആൽമരങ്ങളിൽ? അവിടെ ശ്വസിക്കാൻ ഏറ്റവും മനോഹരമായ സാധ്യതകൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗം മാത്രമായി മാറുന്നു. ജീവിതവുമായി ഇതിന്റെ ബന്ധം എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയം എന്നാണ് ഈ ഒരു സെഷൻ എനിക്ക് പറയാൻ പറ്റുന്നത്. നമ്മളിലും ഒരുപാട് ചിന്തകൾ, നമ്മളും എവിടേക്കോ ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന നജീബൊക്കെ പറയുന്ന ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ എല്ലാ രീതിയിലും കുട്ടികൾ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിലൊരു മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി തീരുമാനിച്ചാൽ മതി എന്ന രീതിയിലേക്ക് നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും നജീബക്ക, ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് നിങ്ങളെ നേരിട്ട് കാണണം, നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്. ഞങ്ങളുടെ മക്കളിലേക്ക് നിങ്ങളുടെ ചില എന്താ പറയുക ഇൻഫർമേഷൻസുകളും നിങ്ങളുടെ ചില തോട്ട്സുകളും അതുപോലെ ഇലയിൽ വന്നിട്ട് ഞങ്ങളുടെ മക്കളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്ന വലിയ ആഗ്രഹങ്ങളും ഉണ്ട്. കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഒരുപാട് നന്ദി.